ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആലു പൊറോട്ട. നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ്. ഓൾസോ ഞാൻ ഓൾമോസ്റ്റ് കുക്കിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങിയ കാലത്ത് തന്നെ പരീക്ഷിച്ച ഒരു ഐറ്റം കൂടിയാണ്. ആൻഡ് ഇത് ചെയ്യുന്നത് ഞാനിപ്പോൾ മൈസൂരാണുള്ളത്. സോ ഇവിടെ ഒരു 1 RKയിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അത്രയും വലിയൊരു കിച്ചണോ സൗകര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. സോ ഇഗ്നോർ ദ ഫോൾസ് ഓർ എന്തെങ്കിലുമൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക. ആൻഡ് ഞാൻ റെസിപ്പിയൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിലൊന്നും വിട്ടുവീഴ്ചയൊന്നുമില്ല. സോ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്നത് പൊട്ടറ്റോയും ഒനിയനും സ്മാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിലേക്ക് ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത്, ഇഞ്ചി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്തു. ഇനി നമുക്ക് മല്ലിച്ചപ്പ്, അതായത് കൊറിയാൻഡർ ലീവ്സ് അല്ലെങ്കിൽ മല്ലിച്ചപ്പ് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്യണം. ഓൾസോ ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ള പാനിപ്പൂരിയുടെ സ്മെല്ലാണ് എനിക്ക് കിട്ടുന്നത്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഇറ്റ്സ് സോ ടെംപ്റ്റിംഗ്. എനിക്കതിൻ്റെ ആ സ്മെല്ലടിച്ചിട്ട് പാനിപ്പൂരി കഴിക്കാൻ ഫീൽ ചെയ്യുന്നു ആക്ച്വലി. ആൻഡ് എനിക്ക് തോന്നുന്നു ആ മല്ലിച്ചപ്പും പൊട്ടറ്റോയും ഒക്കെ വരുന്ന ആ ഗ്രീൻ ചില്ലിയുടെയൊക്കെ സ്മെല്ല് കൊണ്ടാണ്. ഇനി നമുക്ക് ഈ മല്ലിച്ചപ്പും കൂടെ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതപ്പം മല്ലിച്ചപ്പ് ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ആലു പൊറോട്ടയിലേക്ക് സ്റ്റഫ് ചെയ്യേണ്ട മിക്സ് റെഡിയാണ്. ആൻഡ് ഓൾസോ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് പൊടികളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന അടുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ ഗരം മസാലയും കുറച്ച്, അതായത് ആ ഒരു സ്മെല്ലിനും ആ ഒരു വലിയ ഫ്ലേവർ അല്ല, അതൊരു സ്ലൈറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. കുറേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുത്തും. പിന്നെ കുറച്ച് പച്ചമാങ്ങയുടെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിയുടെ മാവ് നോർമലി കുഴയ്ക്കുന്ന പോലെ കുഴച്ചതാണ്. അതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല. ഏകദേശം 2 കപ്പ് ഗോതമ്പ് 1 കപ്പ് മൈദ എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നോർമലി പരത്തിയിട്ട് ഇതിനകത്തേക്ക് ആ ഒരു മിക്സ് സ്റ്റഫ് ചെയ്യണം. ആൻഡ് സ്റ്റഫ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചപ്പാത്തി ഭയങ്കരമായിട്ട് നേരിയതാക്കി പരത്തിയിട്ട് സ്റ്റഫ് ചെയ്യാൻ പാടില്ല. കുറച്ച് കട്ടിയുള്ള ടൈമിൽ തന്നെ ആ ഒരു മിക്സ് നമ്മൾ ഏകദേശം ഒരു കയ്യിൽ ബോൾ സൈസിൽ എടുത്തിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കണം. ഓൾസോ ഇത് പുറത്തേക്ക് ഇങ്ങനെ പൊട്ടി വരുന്ന രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കരുത്. കുറച്ച് സോഫ്റ്റായിട്ട് പാറ്റിയൊക്കെ പോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആൻഡ് അത് നമുക്കിനി സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞ് ഓൾറെഡി അതൊന്ന് ഫില്ലാക്കി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടെ അത് പരത്താനുള്ളതാണ്. അപ്പോൾ അത് പൊട്ടി വരാൻ പാടില്ല. സോ ആ ഒരു രീതിയിൽ ഏകദേശം ഇതൊക്കെ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ പരത്തിയെടുക്കാം. പരത്തുമ്പോൾ അത് ബ്രേക്ക് ആവാതെ സൂക്ഷിക്കുക. അപ്പോൾ നന്നായിട്ട് ക്ലോസ് ചെയ്ത് പാക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കുക. കുറച്ച് പൊടിയും കൂടെ ആക്കി കൊടുത്താൽ അധികം പൊട്ടി വരില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ പരത്തി കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ പരത്തണം കേട്ടോ. ബിക്കോസ് അല്ലെങ്കിൽ ആ ഒരു ആലുവിൻ്റെ സ്റ്റഫൊന്നും ആ ഒരു മാവുമായിട്ട് കൂടിച്ചേരില്ല. അതൊക്കെ കൂടിച്ചേർന്ന് ആ ഒരു ഫ്ലേവർ നമ്മുടെ മാവിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ആ ഒരു പക്ക ആലു പൊറോട്ടയുടെ ആ ഒരു സെറ്റ് കിട്ടുക. ബിക്കോസ് ഇത് ഞാൻ കപ്പൂസ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് മൈസൂരിൽ. ഇവിടെ നിന്നാണ് ഞാൻ ആലു പൊറോട്ട കഴിച്ചിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കണം നമുക്കൊരു ക്രേവിങ്സ് വരുന്ന രീതിയിൽ എനിക്ക് ടേസ്റ്റ് വന്നത് കപ്പൂസ് കഫേന്ന് കഴിച്ചപ്പോഴായിരുന്നു. ആൻഡ് ഞാൻ അവരുടെ റെസിപ്പിയാണ് ഫോളോ ചെയ്തത്. സോ എനിക്ക് അവരുടെ ആലു പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി ഞാൻ എപ്പം എനിക്ക് ആലു പൊറോട്ട കപ്പൂസ് കഫേന്ന് കിട്ടുമെന്ന് പറഞ്ഞാലും ഐ എം റെഡി ടു ഈറ്റ്. അങ്ങനൊരു ആളാണ്. ആൻഡ് ഐ ലവ് ആലു പൊറോട്ട. ഉരുളക്കിഴങ്ങ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് വെജിറ്റബിൾ. അത് കഴിഞ്ഞാൽ പിന്നെ ക്യാരറ്റ്, അതൊക്കെയാണ്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നെയ്യ് തടവിയിട്ട്, നെയ്യിനേക്കാളും ബെറ്റർ ബട്ടർ ആയിരിക്കും. പക്ഷെ ബട്ടർ ഉണ്ടായിരുന്നില്ല. സോ ഞാൻ വിചാരിച്ചു നെയ്യാണെങ്കിൽ കുറേ ഉണ്ട് താനും. സിംപ്ലി എന്തിനാണ് കഷ്ടപ്പെടുന്നത്, നമുക്ക് നെയ്യ് തന്നെ തടവി കൊടുക്കാം. ആ നെയ്യ് തടവി കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു ആലു പൊറോട്ട പരത്തിയത് ഇട്ട് കൊടുക്കാം. കല്ലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചൂടായിട്ടുണ്ട്. സോ
വളരെ സിമ്പിളായൊരു റെസിപ്പി അല്ലേ. എല്ലാവർക്കും രാവിലേനേക്കാളും എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ വൈകുന്നേരം ആലു പൊറോട്ട കഴിക്കാനാണ് ഇഷ്ടം. സോ ഇത് നമുക്ക് ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. സോ ആലു പൊറോട്ടയ്ക്ക് കൂടെ കഴിക്കാൻ പറ്റുന്ന സൈഡ് ഡിഷ് എന്ന് പറയുന്നതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് കേർഡാണ്. കേർഡ് ഈസ് എ മസ്റ്റ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ അച്ചാർ അല്ലെങ്കിൽ പുതിന ചട്നിയും അച്ചാറും കേർഡും മൂന്നും ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ, ഡെഡ്ലി കോംബോയാണ്. ആൻഡ് ഓൾസോ ആ ഫില്ലിങ് എനിക്ക് കുറച്ച് ബാക്കി വന്നുകൊണ്ട് ഐ ഈറ്റ് ദാറ്റ് ബിക്കോസ് ഐ ലവ് ദാറ്റ്. ആൻഡ് ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട്. ആൻഡ് ഈ ഒരു ആലു പൊറോട്ട എന്തായാലും ഐ വിൽ എൻജോയ്. ബൈ.